ഈ ഒരു വർഷക്കാലം നമ്മൾ സ്കൂളും പരിസരവും എല്ലാം നല്ല ശുചിത്വമായി നമ്മൾ കൊണ്ടുപോയി അല്ലേ. അപ്പൊ ഇന്നലെ നമ്മൾ അതിന്റെ ലാസ്റ്റ് ദിവസമായി ആചരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി സ്കൂളും പരിസരവും എല്ലാം നല്ല വൃത്തിയായി. 30 ആകുമ്പോഴേക്കും ഓരോ രാജ്യങ്ങളും പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് വിമുക്ത അല്ലെങ്കിൽ ഏറ്റവും വൃത്തിയുള്ള രാഷ്ട്രങ്ങളായി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയും പറഞ്ഞിരിക്കുന്നത് 2030 ആകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യ രാജ്യം മുഴുവൻ പ്ലാസ്റ്റിക് കൺട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഗ്രാമങ്ങളും പട്ടണങ്ങളും സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങൾ സമ്പൂർണ്ണ ഹരിത വിദ്യാലയമായി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ പഠിക്കുന്ന അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഒരു രാഷ്ട്രത്തിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ എല്ലാ ജനങ്ങളും എല്ലാ വിദ്യാർത്ഥികളും കുട്ടികളും അടങ്ങുന്ന ഒരുമിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അല്ല തീരുമാനമാണ്. ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ചുറ്റുപാട്, എൻ്റെ വിദ്യാലയം, എൻ്റെ വീട്, ഞാൻ സഞ്ചരിക്കുന്ന വഴികളൊക്കെ എന്നെ കൊണ്ടൊരു രീതിയിലും മാലിന്യങ്ങൾ വലിച്ചെറിയാൻ ഞാൻ തയ്യാറാവുകയില്ല എന്നുള്ള തീരുമാനം ഓരോ കുട്ടികളും എടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ ബാഗുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും അതിനകത്ത് എത്ര പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം. വരുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ മിച്ചം വെച്ചിരിക്കണം. നമ്മുടെ ക്ലാസ് മുറികളിലെ ഡെസ്ക്, ബെഞ്ച്, ആ ക്ലാസ്സിലുള്ള കോമൺ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ജൂനിയേഴ്സായി വരുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നു മുതൽ ഈ നമ്മളുടെ സെന്റ് ജോസഫ് യു പി സ്കൂൾ വയ്യാട്ടുപറമ്പ് എന്ന കൊച്ചു വിദ്യാലയം സമ്പൂർണ്ണ ഹരിത ക്യാമ്പസായി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു. ഓക്കെ ഓക്കെ രണ്ടു നോക്കുമോ?